നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോതമംഗലം SHOയ്ക്കെതിരായി വധഭീഷണി മുഴക്കിയ അർജുൻ ആയങ്കിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് പോലീസ്. കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിലാണ് പോലീസ് റിപ്പോർട്ട് നൽകിയത്. അർജുൻ ആയങ്കിയുടെ ഭീഷണി പോസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയായിരുന്നു. ഈ പോസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അർജുൻ ആയങ്കിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യമായി പോലീസ് രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ അർജുൻ ആയങ്കിയുടെ ഭീഷണി പോസ്റ്റിൽ പോലീസ് കേസെടുത്തിരുന്നു. സമാധാനപരമായി പെൻഷൻ വാങ്ങി ശിഷ്ടജീവിതം നയിക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്ത പോലീസുകാരനെതിരെ ഭീഷണി മുഴക്കിയത്. ഇതിന് പിന്നാലെയാണ് അർജുന്റെ ജാമ്യം റദ്ദാക്കണമെന്ന നീക്കവുമായി പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നു അർജുൻ ആയങ്കി. ഇടയ്ക്ക് പാർട്ടി പുറത്താക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ അർജുനെയും സംഘത്തെയും കഴിഞ്ഞ മാസം 3-ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് അർജുൻ ആയങ്കി കോതമംഗലം CIക്കെതിരെ ഫേസ്ബുക്ക് കുറിപ്പ് വഴി പരസ്യ ഭീഷണിയും അധിക്ഷേപവും നടത്തിയത്. റിസോർട്ടിൽ പാർട്ടി നടത്തി കുറ്റകൃത്യം ആസൂത്രണം ചെയ്യുന്നതിനിടയിലാണ് ആയങ്കി സംഘം പിടിയിലായത് എന്നാണ് പോലീസിന്റെ ഭാഷ്യം. എന്നാൽ അർജുൻ ആയങ്കി പറയുന്നത് ഒരു വിവാഹത്തിന് പങ്കെടുക്കാൻ വേണ്ടി എത്തിയവരാണ് ഞങ്ങൾ. അത്തരത്തിൽ ഞങ്ങൾ ആ വിവാഹ പയ്യൻ ഞങ്ങൾക്ക് തങ്ങാൻ വേണ്ടി എടുത്തു തന്ന റിസോർട്ടിൽ ഇരിക്കവെയാണ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തത്. അത് തനിക്കും കൂടെയുള്ളവർക്കും തങ്ങളുടെ ജീവിതം തന്നെ വഴിമുട്ടുന്ന സാഹചര്യത്തിലേക്ക് അറസ്റ്റ് നയിക്കപ്പെട്ടു എന്നതടക്കമുള്ള വാദമാണ് അർജുൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. A1 ക്രൈം നമ്പർ 665/2026 എന്ന് പരാമർശിച്ചുകൊണ്ടുള്ള ആയങ്കിയുടെ കുറിപ്പ് ചർച്ചയായതിനു പിന്നാലെയാണ് പോലീസ് ഇപ്പോൾ ജാമ്യം റദ്ദാക്കുക എന്ന നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇത്തരത്തിൽ പോലീസിന് നീക്കം വന്നതോടെ ഇതിന് മറുപടിയുമായി അർജുൻ ആയങ്കി ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. എന്താണ് അർജുൻ്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണ് പറയുന്നതെന്ന് നോക്കാം. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന ആപ്തവാക്യം അലങ്കരിക്കുന്ന കോടതി മുറിയിലേക്ക് സത്യസന്ധമായി നിയമം നടപ്പിലാക്കേണ്ടുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നിരപരാധികളായ മനുഷ്യരെ പ്രതികാര മനോഭാവത്താൽ കള്ളക്കേസ് ചുമത്തി ഹാജരാക്കുമ്പോൾ അവിടെ കോടതിയെ കബളിപ്പിച്ച് നീതിപീഠത്തെ കരിവാരി തേക്കുന്നത് ആ പോലീസുകാരനാണ്. പ്രാഥമിക അന്വേഷണത്തിൽ പകൽ പോലെ വ്യക്തമായ നിരപരാധിത്വം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വഴങ്ങി ഒരു കൂട്ടം കുടുംബങ്ങളെ കണ്ണീർ കുടിപ്പിച്ച അധികാര ദുർവിനിയോഗം നടത്തി കൊടിയ കുറ്റകൃത്യം ചെയ്തത് ആ പോലീസുകാരനാണ്. 10 പേരെ പാതിരാത്രിക്ക് പിടിച്ചുകൊണ്ടുവന്ന് കേസ് ഹിസ്റ്ററി പരിശോധിച്ച് ഭൂതകാലത്ത് ചെയ്ത കുറ്റകൃത്യങ്ങളുടെ ലിസ്റ്റ് എടുത്ത് 6 പേർക്കെതിരെ കുറ്റം ചുമത്തി ഒരു തരത്തിലും ജാമ്യം നേടി മോചിതരാവാതിരിക്കാൻ പാതിരാത്രി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യിച്ച് ജയിലിൽ കിടക്കവേ ജാമ്യാപേക്ഷയിൽ റിപ്പോർട്ട് ചോദിച്ച കോടതിയെ 4 ദിവസം കാത്തിരിപ്പിച്ച് കുറ്റബോധമില്ലാതെ മനസാക്ഷി കുത്തില്ലാതെ പരമാവധി ഞങ്ങളെ ജയിലിൽ കിടത്തി ഉപദ്രവിച്ച, ഞങ്ങളുടെ വാഹനങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ച, മൊബൈലുകൾ പിടിച്ചെടുത്ത് ഉപജീവനം താറുമാറാക്കിയ, ആകെ മൊത്തം ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു പോലീസുകാരനാൽ ജീവിതം തല കീഴായി മറിഞ്ഞ ഒരു മനുഷ്യജീവിക്ക് അയാളോട് എന്ത് വികാരമാണ് തോന്നുക? അത് തന്നെയാണ് ഞാൻ എഴുതിയതും പറഞ്ഞതും പ്രകടിപ്പിച്ചതും. സത്യം നടപ്പിലാക്കാൻ ബാധ്യസ്ഥനായ തൊഴിൽ ധർമ്മം മറന്നു ഒരു കൂട്ടം മനുഷ്യരെ തന്റെ അധികാരം ഉപയോഗിച്ച് കൊടിയ ക്രൂരതയ്ക്കിരയാക്കിയ അനേകം അമ്മമാരെയും ഭാര്യമാരെയും പ്രയാസത്തിലാക്കി വേദനിപ്പിച്ച നിയമവിരുദ്ധ കുറ്റം ചെയ്ത പോലീസുകാരൻ ആ സേനയിൽ തുടരാൻ അർഹനല്ല. അത് ഈ നാടിന് തന്നെ ഭീഷണിയാണ്. നിങ്ങൾക്കിത് നിരന്തരം കേൾക്കുമ്പോൾ മടുക്കാം. ബാധിക്കപ്പെട്ട അനുഭവിച്ച നമ്മൾക്ക് അത് അങ്ങനെ മറക്കാനോ പൊറുക്കാനോ സാധിക്കുന്നതല്ല. ഇന്നലെ ഞങ്ങളെങ്കിൽ നാളെ നിങ്ങളിൽ ഒരാളായിരിക്കും. ഇനി ഒരാൾക്കും നമ്മുടെ ഗതി ഉണ്ടാകരുത് എന്ന ദൃഢനിശ്ചയത്തിൻ്റെ പ്രതീക്ഷയുടെ ഭാഗമായിട്ടാണ് ഈ നിയമ പോരാട്ടം ഞങ്ങൾ തുടങ്ങുന്നത്. പറഞ്ഞു വരുമ്പോൾ ഞാൻ അനുകൂലിക്കുന്ന എൻ്റെ പാർട്ടിയുടെ കാവൽ സർക്കാരിൻ്റെ അവസാന ദിവസമായ 3-ാം തീയതിയാണ് ഇത് സംഭവിച്ചത്. അതുകൊണ്ട് എൻ്റെ പാർട്ടിയാണ് ഇതിന് ഉത്തരവാദി എന്നാണ് UDF ന്യായം. എങ്കിൽ എൻ്റെ പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ എനിക്ക് കിട്ടാത്ത നീതി ഞാൻ എതിർത്തിരുന്ന UDF സർക്കാരിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. എന്നിരുന്നാലും ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് മുൻപാകെ ഞാൻ ഈ വിഷയത്തിന്മേൽ നിവേദനം നൽകും. ഈ പച്ചയായ പോലീസ് ഗുണ്ടായുസത്തിനെതിരെ അദ്ദേഹം നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന പോലീസ് മേധാവിക്കും ഈ അന്യായത്തിനെതിരെ സാധ്യമായ ഇടങ്ങളിലെല്ലാം പരാതി ബോധിപ്പിച്ച് ഈ കൊടിയ നിയമവിരുദ്ധ അരാജക പ്രവർത്തികൾക്കെതിരെ നീതി ലഭിക്കും വരെ പ്രയത്നിക്കും. ഇത് കേവലം ഒരു രാഷ്ട്രീയ പകപോക്കലോ വ്യക്തിവിരോധമോ മാത്രമല്ല, കൈക്കൂലി വാങ്ങിയിട്ടുള്ള കൊട്ടേഷൻ പ്രവർത്തനമാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഏതൊരു സാധാരണക്കാരനും വിശ്വാസവും പ്രതീക്ഷയും കൈവിടാതിരിക്കാൻ സത്യം ജയിച്ചേ പറ്റൂ. ദുരിതപൂർവമാണ് മുന്നിലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇറങ്ങി പുറപ്പെട്ട ജീവിത സമരമാണിത്. രാഷ്ട്രീയ ഭേദമന്യേ നീതിബോധമുള്ള സകല മനുഷ്യരും
ഐക്യപ്പെടുക എന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാണ് അർജുൻ ആയങ്കി ഇപ്പോൾ തൻ്റെ ജാമ്യം റദ്ദാക്കാനുള്ള പോലീസ് നീക്കത്തിനെതിരെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. എന്തായാലും എന്താണ് പൊതുജനങ്ങൾ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് കമൻ്റ് ഇട്ടിരിക്കുന്നത്, കമൻറ്റിലൂടെ ജനങ്ങൾ എന്താണ് പ്രതികരിക്കുന്നത് എന്നുകൂടി നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് ഒരു അയവ് വന്നിരിക്കുന്നു എന്ന് ജനങ്ങൾ കാട്ടി. ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് അത് സർക്കിൾ, അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വലിയ രീതിയിലുള്ള ഭീഷണിയാണ് അർജുൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഫേസ്ബുക്ക് പോസ്റ്റിനൊരു അയവ് വന്നിരിക്കുന്നു. ഇപ്പോൾ നിന്റെ ഭാഷയ്ക്കൊരു ശുദ്ധി വന്നിരിക്കുന്നു. കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിലല്ലേ നീ ആ CIക്കെതിരെ പോസ്റ്റ് ഇട്ടത്? അന്ന് കമൻറ്റ് ബോക്സിൽ തീയും പുകയുമായി വന്നവരെയൊന്നും പിന്നെ ഈ വഴിക്ക് കണ്ടിട്ടില്ല. ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും ഓടി ഒളിക്കും. സോഷ്യൽ മീഡിയയിലുള്ള അനുകൂല കമൻസ് കണ്ട് ചാടി പുറപ്പെടാതെ ഇരിക്കുക, സത്യം ജയിക്കട്ടെ എന്നാണ് ഒരാൾ കമൻറ്റ് കുറിച്ചിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ അതിൻ്റെ ഫലം എന്തെങ്കിലും ഒരിക്കൽ തിരിച്ചു കിട്ടും. താങ്കളും സംഘങ്ങളും നിരപരാധിയായിരുന്നു അറസ്റ്റ് ചെയ്ത സമയത്തെന്ന് പറയുന്നു. നിരപരാധികളായവരെ കണ്ണീർ കുടിപ്പിച്ചു എന്നും പറയുന്നു. എന്നാൽ ഒരു കാര്യം ചിന്തിക്കണം, നിങ്ങളാരും ഉപ്പ് സത്യാഗ്രഹത്തിലോ സ്വാതന്ത്ര്യ സമരത്തിലോ പങ്കെടുത്ത് മുൻപ് ജയിലിലായവരല്ല എന്നും ജനങ്ങൾ മനസ്സിലാക്കുന്നു. കൊട്ടേഷൻ സംഘങ്ങളിലെ പ്രധാന കണ്ണികളായിരുന്നു നിങ്ങൾ, അതായത് പൈസ കിട്ടിയാൽ എന്തും ചെയ്യുന്ന കുറ്റവാളികൾ. അപ്പോൾ ഒരു കാര്യം ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. നിങ്ങൾ കാരണം എത്ര പേർക്ക്, എത്ര കുടുംബങ്ങൾക്ക് കണ്ണീര് കുടിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇല്ലെങ്കിലും പണ്ട് നിങ്ങളുടെ ഉദ്യോഗം എന്തായിരുന്നു എന്ന് അറിയാം. അപ്പോൾ പിന്നെ നിങ്ങൾ ആക്രമിച്ച ഇരകൾ, അവരുടെ കുടുംബാംഗങ്ങൾ കണ്ണീര് കുടിച്ചിട്ടുണ്ടാവില്ലേ? അപ്പോൾ പിന്നെ നിങ്ങളുടെ കണ്ണീരിന് എന്ത് വില? എൻ്റെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒരു ആക്ഷേപമോ അവഹേളനയോ ആയി കാണേണ്ട, സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു സംശയം മാത്രമാണ് എന്ന് ഒരു വ്യക്തി കമൻ്റ് ഇട്ടിരിക്കുന്നു. മറ്റൊരു വ്യക്തി പറയുന്നത്, ഒരു പോലീസുകാരനാൽ ഞാൻ എന്ന വ്യക്തി എല്ലാവരാളും വെറുക്കപ്പെട്ട് ഒറ്റപ്പെട്ട് മാനസികമായി വലിയ സമ്മർദ്ദം അനുഭവിച്ച് വീട് വിട്ടു പോകേണ്ട അവസ്ഥ, അതുകൊണ്ട് തന്നെ എനിക്കിത് മനസ്സിലാകുമെന്ന് മറ്റൊരു വ്യക്തി പറയുന്നു. എന്തായാലും ഇത്തരത്തിലാണ് ഈ ജനങ്ങളൊക്കെ പ്രതികരിക്കുന്നത്. എന്താണ് അർജുൻ ആയങ്കി പോലീസുകാരനെതിരെ കുറിച്ച ഫേസ്ബുക്ക് പോസ്റ്റ് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരമാണ്: കോതമംഗലം സർക്കിൾ ഏമാന് ഒരു മനസ്സ് തുറന്ന കത്ത്. ആമുഖമായി തന്നെ പറയട്ടെ, നിനക്ക് പറ്റിയ പണി പോലീസല്ല, മേലുദ്യോഗസ്ഥന്റെ വീട്ടിലെ പട്ടിയെ കുളിപ്പിക്കലും പരിപാലിക്കലും പട്ടി വിശ്രമിക്കുന്ന വേളയിൽ പട്ടിയുടെ ഡ്യൂട്ടി ഏറ്റെടുത്ത് ചെയ്യുക എന്നതുമാണ്. നിങ്ങളെപ്പോലുള്ള വ്യക്തികൾ സേനയ്ക്ക് അപമാനമാണ്. ഒരു കല്യാണം കൂടാൻ വന്ന് നമ്മളെ ഡാൻസ് കളിച്ച് സ്റ്റോറി ഇട്ടെന്ന കുറ്റത്തിൽ പുലർച്ചെ 4 മണിക്ക് തീവ്രവാദികളെ പിടിക്കും പോലെ കല്യാണ പയ്യൻ അവൻ്റെ സുഹൃത്തുക്കളെ താമസിപ്പിക്കാൻ എടുത്ത റിസോർട്ട് വളഞ്ഞ് പിടിച്ചുകൊണ്ട് പോയിട്ട് ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താൻ ഒരു കള്ളക്കേസ് തലയിൽ വെച്ച് തന്നിട്ട് ജയിലിലേക്ക് പറഞ്ഞയച്ചപ്പോൾ അവതാളത്തിലായത് ഞങ്ങൾ ഒരുപാട് പേരുടെ ജീവിതമായിരുന്നടാ. ഞാൻ ആരാണെന്ന് പോലും അറിയാത്ത 2 പേർ, കല്യാണം കൂടാൻ വന്ന 5 പേരിൽ 2 സാധുക്കൾ, തൊലി കറുത്തതിനാൽ കണ്ടാൽ ഭീകരനെന്ന് തോന്നിപ്പിക്കുന്നതിനാൽ പണ്ടങ്ങ് ഒരു തല്ലുപിടിച്ചതിൻ്റെ പെറ്റി കേസ് ഹിസ്റ്ററി എടുത്ത് എന്നോടൊപ്പം പ്രതിചേർക്കപ്പെട്ട 2 പേരിൽ ഒരുവൻ ടാൻസൻ. അവൻ്റെ കല്യാണമായിരുന്നടാ 10ാം നാൾ. അവൻ്റെ പെണ്ണിൻ്റെ കണ്ണീരിന് ആ കല്യാണം മുടക്കിയതിന് PSC ക്ലാസ്സിന് പോയി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്ന അവൻ്റെ ഭാവി നശിപ്പിച്ചതിന് നീ അനുഭവിക്കും. തൊട്ടാൽ ചോര പൊടിയുന്ന മുറിവും തലയിൽ പേറി വന്ന 6ാം നാൾ ഡോക്ടർ സർജറി നിശ്ചയിച്ചിരുന്ന എൻ്റെ പ്രണവിനെ അവൻ്റെ ആരോഗ്യസ്ഥിതി പോലും പരിഗണിക്കാതെ വേദന തിന്ന് നരകിക്കാൻ ജയിലിലേക്ക് അയച്ചതിന്, ജയിലറയ്ക്കുള്ളിൽ അവൻ്റെ ചോര വീണതിന് നീ അനുഭവിക്കും. ഉണ്ടാക്കിയ കേസുകളെല്ലാം തീർപ്പാക്കി നല്ല നടപ്പിന് നടക്കുന്ന പുതിയ സംരംഭം ആരംഭിച്ച് ജീവിതം മെച്ചപ്പെടുത്തി പ്രതിബന്ധങ്ങളെല്ലാം പ്രതിരോധിച്ച് തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കാമുകിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ തയ്യാറെടുത്തിരുന്ന എൻ്റെ ആദർശനെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഉണ്ടായ കേസുകൾ കാണിച്ച് ഭീകരനാക്കി ജയിലിലടച്ചതിന് അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പെണ്ണിൻ്റെയും കണ്ണീരിനും മനപ്രയാസത്തിനും നീ അനുഭവിക്കും. ഭൂതകാലത്തിൻ്റെ അഴുക്കുകളെല്ലാം കഴുകിക്കളഞ്ഞ് പുതിയൊരു ജീവിതം തുടങ്ങി കുടുംബത്തിന് സുഹൃത്തുക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന എൻ്റെ അരുണിൻ്റെ അനുവിനെ അവൻ്റെ ഭാര്യയുടെ കണ്ണീരിന് അവൾ നോമ്പുനോറ്റ് പ്രാർത്ഥിക്കുന്ന വിശ്വസിക്കുന്ന ആവണം കാട്ടെ വിഷ്ണുമായ സത്യമെങ്കിൽ നീ അനുഭവിക്കും. പോരാത്തതിന് കേസിന് ഭംഗി കൂട്ടാൻ നമ്മളോടൊപ്പം ഇല്ലാതിരുന്ന ആ പാവ മണികണ്ഠനെ സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ട പ്രതിയെന്ന് പറഞ്ഞ് പ്രതി ചേർത്ത് അയാളെ കുടുംബത്തോടൊപ്പം ജീവിക്കാൻ അനുവദിക്കാതെ നെട്ടോട്ടം ഓടിച്ചതിന്, നമ്മളെല്ലാം പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന വണ്ടികൾ നമ്മെ ഉപദ്രവിച്ച് മതിവരാതെ കേസിൽ ചേർത്ത് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ഇടിച്ചു കയറ്റിയും ഗ്ലാസ് പൊട്ടിച്ചും നശിപ്പിക്കാൻ ശ്രമിച്ചതിന് നീയും നിന്റെ ടീമും അനുഭവിക്കും. അരിയും തിന്ന് ആശാരിച്ചയും കടിച്ച് പിന്നെയും നായയ്ക്ക് മുറുമുറുപ്പ് എന്നതുപോലെ ഇപ്പോഴും ഒരു മനസാക്ഷി കുറ്റബോധമോ ഇല്ലാതെ ഏതൊക്കെ വിധത്തിൽ ദ്രോഹിക്കാമോ ബുദ്ധിമുട്ടിക്കാമോ അത്തരത്തിലെല്ലാം ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിന്നെ ഞങ്ങൾ ഒരു കാലത്ത് മറക്കില്ല. ഈ കേസും വാങ്ങി നീ ചെയ്തു തന്ന ഉപകാരങ്ങളെല്ലാം മനസ്സാൽ വരിച്ച്
ക്ഷമിച്ച് ഞങ്ങളാരും വീട്ടിൽ പോയി കഞ്ഞിയും കുടിച്ച് കിടന്നുറങ്ങില്ല. ഞങ്ങൾ ഇത്ര പേരുടെ ജീവിതം ഒരൊറ്റ രാത്രി പുലരുമ്പോഴേക്ക് കീഴ്മേൽ മറിച്ച നിന്നെ ഞങ്ങൾ ഒരു കാലത്തും വെറുതെ വിടില്ല. ഞങ്ങൾ അനുഭവിച്ച ഈ നിയമവിരുദ്ധ അധികാര ദുർവിനിയോഗ പ്രതികാര നടപടി ഇനി ഒരാൾക്കും നേരിടേണ്ടി വരരുത്. ഒരാളുടെ ജീവിതം നശിപ്പിക്കാൻ ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ മതിയെന്നത് ഞങ്ങളിലൂടെയെങ്കിലും മാറ്റമുണ്ടാകണം. കാക്കി എന്നാൽ ഏത് നിരപരാധികളെയും കള്ളക്കേസിൽ കൊടുക്കാനുള്ള ലൈസൻസ് ആണെന്നും ബാധിക്കപ്പെട്ടവരിൽ നിന്നും തിരിച്ചടി നേരിടേണ്ടി വരാത്ത കവചകുണ്ടലമാണെന്ന് ധരിക്കുന്ന നിന്നെപ്പോലെയുള്ള കാക്കിയിട്ട ചെന്നായ്ക്കളെ നിയമപരമായും പോലീസ് ബുദ്ധിയിൽ നിയമത്തിന്റെ കണ്ണി പൊട്ടിച്ച് രക്ഷപ്പെടാൻ കായികപരമായി നേരിടാൻ ഞങ്ങൾ തയ്യാർ എന്നതടക്കമുള്ള ഭീഷണി പോസ്റ്റായിരുന്നു അർജുൻ ആയങ്കി പങ്കുവച്ചത്. ഇതിന് പിന്നാലെയാണ് പോലീസ് ഇപ്പോൾ അർജുന്റെ ജാമ്യം റദ്ദാക്കണമെന്ന നീക്കവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.